നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം ശ്ലോകം 12. നക്ഷത്രപംക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്കയെന്നരുൾവു നാരായണായ നമ. 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 നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവുമൊളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ്. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശരഹിതങ്ങളായി തീരും. ആ സൂര്യൻ്റെ പ്രകാശത്തിൽ ഇവയൊക്കെ നിഷ്പ്രഭമായി നമുക്ക് തോന്നും. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിവാകരനെ ഇവിടെ പരബ്രഹ്മമായി കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കൽപ്പന നമ്മുടെ ആചാര്യന്മാരുടെ ഒരു സമ്പ്രദായം തന്നെയാണ്. കാണപ്പെടുന്ന ഏറ്റവും വലിയ തേജസ് നമ്മോടടുത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിനൊക്കെ ആധാരമായി നിൽക്കുന്നത് ആദിത്യനാണല്ലോ. ആദിത്യനില്ലെങ്കിൽ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ആ ആദിത്യൻ ദിവാകരനുമാണ്. ദിവാകരൻ പകലിനെ അഥവാ വെളിച്ചത്തെ ഉണ്ടാക്കുന്നവനാണ്. ചൈതന്യമാണല്ലോ വെളിച്ചം. അത് നിത്യസത്യവും സനാതനവുമാണ് താനും. അതിനാൽ ദിവാകരൻ പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തിൻ്റെ അനുഭവമുണ്ടായാൽ പിന്നെ നാനാത്വ വൈവിധ്യബോധം തീരും. നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശവസ്തുക്കൾ തന്നെയാണ്. ചന്ദ്രൻ സൂര്യൻ്റെ വെളിച്ചം പകർന്നാണ് തിളങ്ങുന്നത് എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഏതായാലും ഭൗതിക വസ്തുക്കളും അവയെക്കുറിച്ചുള്ള ബോധവും നമുക്ക് ഉണ്ടാകുന്നു. ഈ നാനാത്വബോധം നമ്മിലുള്ള ആത്മപ്രകാശത്തിൽ തന്നെ നാം പരിമിതി കൽപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. ഓരോ വസ്തുവിനെക്കുറിച്ചുള്ള ബോധവും ഓരോ പ്രകാശകണം തന്നെയാണ്. അപ്പോൾ ആത്മാരാമന്മാരായി തീരുമ്പോൾ നാനാരൂപത്തിൽ പ്രകാശിതങ്ങളാകുന്ന ബോധങ്ങളും അസ്തമിക്കും. അനേക ദേവന്മാരുടെ സങ്കല്പങ്ങളും അഹം ബ്രഹ്മാസ്മി എന്ന ഉപനിഷത്ത് വാക്യാർത്ഥഗതമായ കേവലബോധം ഉദിക്കുമ്പോൾ അസ്തമിക്കും. നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന ആ ഒരു ബോധം ഉദിക്കുമ്പോൾ നമ്മളുടെ അഹങ്കാരമെല്ലാം അസ്തമിക്കും. പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈ തൊഴുതു രക്ഷിക്കയെന്നരുളു നാരായണായ നമ. പക്ഷികൾ പക്ഷിരാജാവായ ഗരുഡനെ കാണുമ്പോൾ ഗരുഡനിൽ അഭയം പ്രാപിക്കും. ഗരുഡ ശബ്ദവും പരബ്രഹ്മത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. പക്ഷികൾ ആത്മാവിൽ ആരോപിതമാകുന്ന നാനാത്വവും ആണ്. പരബ്രഹ്മജ്ഞാനം ഉദിക്കുമ്പോൾ നമ്മുടെ
പ്രപഞ്ചജ്ഞാനം അസ്തമിക്കും. പക്ഷി ശബ്ദത്തിന് യോഗി എന്ന അർത്ഥവും കൊടുക്കാം. യോഗികൾ ആരെയാണ് അഭയം പ്രാപിക്കുന്നത്? പരബ്രഹ്മത്തെ തന്നെ. ഗരുഡൻ പരമഹംസന്മാരുടെയും പരമഹംസനായ പരമാത്മാവാണ്. വ്യക്തിനിഷ്ഠമായി പലതായി പ്രകാശിക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്ന ജീവാത്മാവ് പരമാത്മാവെന്ന ബോധമുദിക്കുമ്പോൾ നമ്മുടെ നാനാത്വഭ്രമം മാറുമല്ലോ. പൂർവാർത്ഥ രൂപത്തിലും ഉത്തരാർത്ഥത്തിലുമുള്ളത് അപ്രസ്തുത പ്രശംസാരൂപത്തിലുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ്. അവയ്ക്ക് രണ്ടിനും ഇപ്പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ചേരുകയും ചെയ്യും. പ്രപഞ്ചവും ബ്രഹ്മവും എന്നുള്ള ദ്വൈതബോധം പരബ്രഹ്മദർശനത്തിൽ മറയുമെന്ന താൽപ്പര്യത്തിലാണ് ഈ പദ്യഭാഗം രചിക്കപ്പെട്ടിട്ടുള്ളത്. 12ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നക്ഷത്രപംക്തികളുമിന്ദുപ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നരുൾവോ നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.